ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല തിളക്കമുള്ളൊരു മുഖമൊക്കെ ആരാ കൊതിക്കാത്തത് അല്ലേ? മുഖത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങിപ്പോകുമ്പോൾ ബ്യൂട്ടി പാർലറിലേക്കൊക്കെ ഓടുന്നവരായിരിക്കും കൂടുതൽ പേരും അല്ലേ? അപ്പോൾ ഇനി മുഖത്തിൻ്റെ നിറം മങ്ങുന്ന ഓർത്തിട്ട് ഞാൻ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റാഗി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ റാഗി കൊണ്ടുള്ള ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ റാഗി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചർമ്മത്തിന് ഗുണം ചെയ്യുന്ന പോഷക സമ്പുഷ്ടമായൊരു ധാന്യമാണ് കേട്ടോ റാഗി. ആൻറ്റി ഓക്സിഡുകളും വൈറ്റമിനുകളും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുള്ള സമ്പുഷ്ടമായ ഒന്നാണ് റാഗി. അപ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂണ് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീര് ചർമ്മത്തിന് വൈറ്റമിൻ സി നൽകുകയും അതേപോലെ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ലൊരു പേസ്റ്റ് പോലെ ആയി കിട്ടണം. നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ ഒലിച്ചിറങ്ങരുത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ റാഗിപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില തൈര് ലൂസായിരിക്കും, വെള്ളം പോലെയുള്ള തൈരൊക്കെയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ റാഗി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണ് വെച്ചിട്ട് എല്ലാം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുഖത്ത് തേക്കുന്നതിൻ്റെ കൂടെ തന്നെ കൈകളിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ കൈകളിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മൾ മുഖത്ത് തേക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് തേക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് തുടച്ചതിന് ശേഷം ഇത് മുഖത്ത് തേച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുഖം ഒന്ന് മുറുകി ഡ്രൈ ആയി വരുന്ന ടൈമിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കഴുകാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചൂടുണ്ടാവരുത്, ചെറിയ ചൂടുവെള്ളത്തിൽ വേണം അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തേച്ച് കൊടുത്ത ആ ഒരു സമയത്ത് ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാൻ. ഒരുപാട് നമ്മൾ മസാജ് ചെയ്യേണ്ട, ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒറ്റ യൂസിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഏത് ഫേസ് പാക്ക് എന്താണെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ചെയ്താലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നോക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചൂടുവെള്ളത്തിൽ കൈയൊന്ന് കഴുകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൈ നല്ലൊരു സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റാഗി ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.